ബർബഡോസിൽ അവസാന ഓവർ വരെ നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് 2020 വേൾഡ് കപ്പ് കിരീടമുയർത്തി ഇന്ത്യ ഉയർത്തിയ 177 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നല്ല ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. ധോണിയാണ് 2007 ഇന്ത്യക്ക് ആദ്യ കിരീട നേട്ടമുണ്ടാക്കി കൊടുത്തത്. ധോണിക്ക് ശേഷം ലോകകപ്പ് ഉയർത്തുന്നതിനായി ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. എന്നാൽ രോഹിത് ശർമ്മയുടെ പ്രകടനം ബാറ്റിങ്ങിൽ ഇന്ന് ചെറുതായി നിരാശപ്പെടുത്തി. കോഹ്ലി ആവട്ടെ മനോഹരമായി ബാറ്റ് ചെയ്യുകയും ചെയ്തു. ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുത്തു. രോഹിത് ശർമ്മ ഉൾപ്പെടെ 3 മുൻനിര വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമായെങ്കിലും വിരാട് കോഹ്ലി നടത്തിയ ഭേദപ്പെട്ട നല്ല ബാറ്റിംഗ് ആണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. 59 പന്തുകൾ നേരിട്ട കോഹ്ലി 76 റൺസ് എടുത്തു പുറത്തായി. 31 പന്തുകൾ നേരിട്ട അക്ഷർ പട്ടേൽ 47 റൺസ് എടുത്തു. മാർക്കോ ജാൻസന്റെ 2-3 പന്തുകൾ ബൗണ്ടറി കടത്തിയാണ് കോഹ്ലി തുടങ്ങിയത്. ആദ്യ ഓവറിൽ ഇന്ത്യ നേടിയത് 15 റൺസ്. രണ്ടാം ഓവറിൽ ദക്ഷിണാഫ്രിക്ക സ്പിന്നർ കേശവ് മഹാരാജനെ ഇറക്കിയപ്പോൾ ആദ്യ 2 പന്തുകൾ അതിർത്തി കടത്തിയായിരുന്നു രോഹിത് ശർമ്മയുടെ മറുപടി. എന്നാൽ 4-ാം പന്തിൽ രോഹിത്തിന് അടിപതറി. പിന്നാലെ എത്തിയ ഋഷഭ് പന്ത് 1 റൺ കൂട്ടിച്ചേർക്കും മുൻപേ പുറത്തായി. സ്പിന്നർമാരെ ഇറക്കി റണ്ണൊഴുക്കു തടയുകയെന്നായിരുന്നു മധ്യ ഓവറിലെ ദക്ഷിണാഫ്രിക്കൻ തന്ത്രം. 10 ഓവറിൽ 75 റൺസാണ് ഇന്ത്യ നേടിയത്. സ്കോർ 100 പിന്നിട്ടതിന് പിന്നാലെ അക്ഷർ പട്ടേൽ വീണു. 14-ാം ഓവറിൽ റണ്ണിനായി ഓടുന്നതിനിടയിലുണ്ടായ ആശയക്കുഴപ്പത്തിനിടെ കിൻഡൻ ഡിക്കോക്ക് താരത്തെ റണ്ണൌട്ടാക്കി. കോഹ്ലിക്ക് പിന്തുണയേകി ശിവം ദുബെ നിലയുറപ്പിച്ചതോടെ അവസാന ഓവറുകളിൽ ഇന്ത്യൻ സ്കോർ ഉയർന്നു. 18 ഓവറിൽ ഇന്ത്യ 150 എത്തി. 19-ാമത്തെ ഓവറിൽ മാർക്കോ ജാൻസനെ ബൗണ്ടറി കടത്താൻ ശ്രമിച്ച കോഹ്ലിയെ കഗിസോ റബാദ ക്യാച്ച് എടുത്ത് പുറത്താക്കി. ഇങ്ങനെ ഇന്ത്യ ഉയർത്തിയ 177 വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 169 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ ബൗളർമാരുടെ പ്രകടനം പ്രശംസാർഹനീയമാണ്. അങ്ങനെ 2020 ലോകകപ്പ് കിരീടമുയർത്തി ടീം ഇന്ത്യ.